ഒരു ആശുപത്രിയോ വ്യവസായ സ്ഥാപനമോ ഒരു പ്രദേശത്ത് വന്നാൽ സ്വാഭാവികമായും ആ നാട്ടിൽ വികസനമാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നേട്ടം ആ നാടിന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കഴക്കൂട്ടത്ത് ബൈപ്പാസ് സമീപമുള്ള കുഴിവിള എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ കുഴിച്ച് ഒരു തോടിന് സമാനമായി ഇട്ടിരിക്കുന്ന അവസ്ഥ. ഈ റോഡിൻ്റെ നേരത്തെയുള്ള ഹൈറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഇത്രയധികം ഉയരത്തിലുണ്ടായിരുന്ന ഒരു റോഡാണ്. അതിനോട് ചേർന്ന വീടുകളും അവിടെ ഒരു പൈതൃക ഗാർഡൻസ് എന്ന വീട്ടിലേക്കുള്ള വഴിയുണ്ട്, വീടുകളുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു ചില സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹൈറ്റിലുള്ള റോഡാണ് ഒരു പെട്ടെന്നൊരു രാത്രി കൊണ്ട് കുഴിച്ച് ഈ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലായിരിക്കും. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വലിയ ചെളി കളമാണ്, ചെളിക്കുളമാണ്. ഏതായാലും ഇവിടെ 20ഓളം വീട്ടുകാർ ഉള്ള സ്ഥലമാണ്. എന്നോടൊപ്പം ഇതിന് തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമ ചേരുന്നു. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് നടുരാത്രിയിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു രാത്രിയിൽ വന്നിട്ട് അടിച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മണ്ണ് വരെ ഇവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഈ മണ്ണ് മാറ്റി തൊട്ട് തടവ് ഓടയുടെ കരയിൽ അവിടെ കൊണ്ടുവിട്ടതിൽ തന്നെ ആളുകൾക്ക് അവിടെ വെള്ളപ്പൊക്കമായി വീടുകൾ കയറാൻ നിവൃത്തിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നു എന്ന് പറയപ്പെടുന്നു. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഹോസ്പിറ്റൽ പേര് പറയാം. ആസ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൻ്റെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഈ റോഡ് ശരിയാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ചെറിയ വഴികൾ, ഊടുവഴികൾ ഉണ്ടായിരുന്നു. വുഡ് എർത്ത് പ്രോപ്പർട്ടീസ് വാങ്ങി അവർ പ്ലോട്ട് തിരിച്ച് ഓരോ ആളുകൾക്ക് വിൽക്കുകയും അങ്ങനെ വാങ്ങിക്കപ്പെട്ടുള്ള ഒരു 10-60ഓളം ആളുകൾ ഈ സൈറ്റിൽ വീട് വെച്ച് താമസിക്കുകയും ഇതൊക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവാണ്. എൻ്റെ മുൻ ജന്മി ശ്രീകണ്ഠനായിരുന്നു തൊട്ടടുത്തുള്ള ആൾ തന്നെ. അദ്ദേഹം എത്രയോ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുവിനെ ഞാൻ 15 കൊല്ലത്തിന് മുമ്പ് വാങ്ങുകയും കരം കെട്ടി പോക്കൂര് ചെയ്ത് പട്ടയം പിടിച്ച് ചുറ്റുമതിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന ഈ വസ്തുവിൻ്റെ മതിലാണ് ഈ രാത്രിയിൽ കൊണ്ട് ഇടിച്ചു തകർത്തിയത്. 6 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു താഴ്ത്തിയപ്പോൾ ഈ മതിലിൻ്റെ മൂലയിൽ തകർന്നു വീഴുകയും 1 ലക്ഷത്തോളം രൂപ ചിലവാക്കി ഞാൻ പുതുക്കി പണിയുകയും ചെയ്തു. അന്നും റോഡിൻ്റെ വീതിയെപ്പറ്റി ഒരു തർക്കവും ഈ പെട്ടെന്നൊരു രാത്രി ചെയ്ത പണിയാണ് അല്ലേ? നാട്ടുകാരെയൊന്നും അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴി ഇവിടെ ഒരു ഏണി വച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ ഉള്ളതല്ല. ഈ ഭാഗത്ത് ഒരു 6ഓളം കുടുംബങ്ങളുള്ള 6ഓളം വീടുകളുണ്ട്. ഇതിന് അപ്പുറം ഭാഗത്ത് ഇവിടെ നേരത്തെ മതിലുണ്ടായിരുന്നു അല്ലേ? മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇളകി ഇതൊരു 6 വീടുകളിലേക്കുള്ള വഴിയുള്ള ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് താഴെ അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഗേറ്റിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. എന്താണ് നിങ്ങളുടെ വീടും ഇവിടേക്കുള്ള വഴിയും ഗേറ്റൊക്കെ പൊളിച്ചു തന്നായിരുന്നു? തിങ്കളാഴ്ച പാതിരാത്രിയാണ് ഈ സംഭവം ഉണ്ട്. രാവിലെ ഇവർ വന്നത് തുടങ്ങിയ സമയത്തെ വന്നപ്പോൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റോഡൊന്ന് ലെവൽ ചെയ്യുന്നതേ ഉള്ളൂ. ലെവൽ ചെയ്ത് ഇതേ കണക്കിന് ടാർ ചെയ്യാനുള്ള പരിപാടി. ഞാൻ നോക്കി പണ്ടത്തെ കണക്ക് ഇവിടെ കുഴിക്കാൻ പറ്റത്തില്ല. ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിഷയമാക്കി ഇതിൻ്റെ ഓണേഴ്സുകളെല്ലാം വന്ന് ഒത്തുതീർപ്പാക്കി ഇനി ഇവിടെ കുഴിക്കില്ല, ഈ ലെവലിൽ റോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള വീടുകളാണ്. അപ്പോൾ എങ്ങനെയാ ഇനി നിങ്ങളുടെ ഇങ്ങോട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇതുവഴി കയറി പോകുന്നത്? എങ്ങനെയാണ് ഇനി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് വേറെ വീടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബ വീടാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ വഴിയുണ്ട്. അപ്പോൾ ചുറ്റിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരോടും പറയാതെ പെട്ടെന്ന് പൊളിച്ചു കളയാം. ഈ ഗേറ്റ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റ്? അതെ 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 അതെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ ഹൈറ്റിൽ റോഡ് വരുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്നത് ഏകദേശം ഈ ഹൈറ്റിൽ വരുമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോരാ, വരുമെന്നുണ്ടെങ്കിൽ അത് റൈറ്റിങ്ങിൽ എഴുതി എഗ്രിമെൻറ്റ് കണക്കാക്കി തന്നാൽ ഇവിടെ റോഡിൻ്റെ പണി തുടങ്ങാം. അതല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും. ഏതായാലും ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ റോഡ് പണികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത്രയധികം ഒരു ഹൈറ്റ് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതുന്നു. സാധാരണ അപ്പോൾ ഉള്ള ഒരു റോഡ് അത് ഇപ്പോൾ പുതിയ റോഡ് നിർമ്മിക്കാനെന്ന പേരിൽ ഇങ്ങനെ കുഴിച്ച് നാട്ടുകാരെ ഒരു അഗാധ ഗർത്തത്തിലും അതുപോലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഏണി വെച്ച് പോകേണ്ട അവസ്ഥയിലുമാക്കിയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ പ്രദേശത്ത് നിരവധി വീടുകളും അങ്കണവാടി പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ
മറ്റൊരു പ്രശ്നം ഇവിടെ ഉള്ളത് ഈ ഓടയുടെ ഉയരമാണ്. ഈ ഓടയുടെ ഉയരം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്കണവാടിയിൽ നിന്നൊക്കെ ഇനി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനനുസരിച്ച് ഈ അങ്കണവാടിയുടെ ഗേറ്റും അതിൻ്റെ സ്ഥലവും ഒക്കെ ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. നിരവധി വീടുകളും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട്. വീടുകളുടെയൊക്കെ ഏതാണ്ട് ഈ പൊക്കത്തിലൊക്കെ പലയിടത്തും സ്ലാബ്, ഈ റോഡിൻ്റെ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള സ്ലാബ് രണ്ട് വശത്തും വരുന്നു എന്നുള്ളതാണ് വീടുകൾ നേരിടുന്ന പ്രതിസന്ധി. തൊട്ടപ്പുറത്തുള്ള വീടുകൾക്കൊക്കെ ആ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. മാത്രമല്ല ഇവിടെ സ്വാഭാവികമായും ഈ രണ്ട് വശവും പൊങ്ങി വരുമ്പോൾ ഒരു മുൻപ് വയലായിരുന്ന പ്രദേശമാണ്. വെള്ളപ്പൊക്ക ഭീഷണിയും ഇവിടെ ഉണ്ടാകും. നാട്ടുകാർക്ക് നമുക്കൊപ്പം ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം? ഈ റോഡ് ഇത്ര പൊക്കത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ വെള്ളത്തിലാവും. കാരണം ഈ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഒട്ടും ഇങ്ങോട്ട് വരില്ല. ഇപ്പം തന്നെ ഇവിടെ കംപ്ലീറ്റ് പൊക്കിക്കഴിഞ്ഞു. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പോകാൻ വഴിയില്ല. ഇവരെന്താണ് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ പണി തുടങ്ങി നിങ്ങൾ അറിയിക്കാതെ? ഞങ്ങൾ അറിയിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതെല്ലാം ശ്രീധന്യ കമ്പനി അവർക്ക് വേണ്ടിയാണ് സത്യം ചെയ്യണത്. അല്ല, ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നെങ്കിലും അതല്ല. കാരണം അയാൾക്ക് ഇവിടെ കുറച്ച് ബിൽഡിംഗ് തീർക്കണം, അതിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഫ്ലാറ്റുകളൊക്കെ വരാനായി ഫ്ലാറ്റ് തന്നെ കാരണം കംപ്ലീറ്റ് പൊക്കിയിട്ടുണ്ട് അവിടെ. അതിലേക്കാണ് അത്രയും ചെയ്യണത്. അതുപോലെ ഇവിടെ ഈ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാവില്ലേ? ഇങ്ങനെ എത്ര ഹൈറ്റിലൊക്കെ വരില്ല? ഇത്രയും ഹൈറ്റ് വരില്ല. പറ്റില്ല. ഞങ്ങൾക്ക് മാർക്കും അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ടാണ്, ഈ ശ്രീധന്യയിലാണ്. അതിൻ്റെ അടുത്ത പ്ലോട്ടിൽ എന്ന് വെച്ചാൽ അതിൻ്റെ വഴി അവിടെയാണ്. അവർക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ഒക്കില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ സ്വാഭാവികമായും വികസിച്ച് ഈ റോഡ് കുറച്ച് ദിവസത്തിന് ശേഷം റോഡ് ശരിയായി വരാം. അപ്പോഴത്തേക്കും വീടുകൾ മുഴുവൻ ഒന്നുകിൽ വലിയ ഉയരത്തിലാകും, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്തൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റുകളും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. വളരെ വേഗത്തിലാണ് ഇവിടെ പണി മുന്നോട്ട് പോകുന്നത്. ഇന്ന് MLA അടക്കമുള്ളവരുടെ വന്ന് നാട്ടുകാരുടെ പരാതി കേട്ടിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണം, അവരെ കൊണ്ട് വിശ്വാസമെടുത്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശമൊക്കെ MLA നൽകിയിരുന്നു. വൻകിട ആശുപത്രികളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നാടിന് വികസനം കൂടിയാണ്. പക്ഷേ അങ്ങനെ വികസനം വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വീടുകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ വഴി ഇതൊക്കെ അടയ്ക്കാതെ അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്തുള്ള വികസനം വേണം വരേണ്ടത്. ഈ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാളെ എങ്ങനെ വഴി നടക്കുമെന്ന ആശങ്ക, എങ്ങനെ വീട്ടിൽ കഴിയുമെന്ന ആശങ്ക, ആ ആശങ്കയ്ക്ക് കൂടി പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ്. സന്തോഷ് കുമാറിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.